ടി വിയിൽ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായത് ഒരു മരവിപ്പാണ്. മലയാള സിനിമയ്ക്ക് ഉദയകുമാർ എന്ന വലിയ നടനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു സുഹൃത്തിനെയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന സുഹൃത്താണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ മരണത്തിൻ്റെ പിന്നിലുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് ഈ വേളയിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതേ ഹാളിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അന്ന് ഉദയ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഉദയക്ക് വലിയ ഇഷ്ടമായിരുന്നു സർപ്രൈസ് തരാൻ. റിയോട് എനിക്കൊരു സർപ്രൈസ് തരാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അന്ന് ഉദയം വന്നിട്ട് എനിക്ക് 2 മിനിറ്റേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. അന്ന് പോകുമ്പോൾ പറഞ്ഞത് പോയിട്ട് വേഗം വരാം. ഉദയം വീണ്ടും എൻ്റെ മുന്നിൽ വന്ന് ഒരു സർപ്രൈസ് തരുമെന്ന പ്രതീക്ഷയിൽ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം. മോളെ, ആൻറ്റി ഇറങ്ങട്ടെ. സമയം കിട്ടുമ്പോൾ എന്നെ വന്ന് കാണണം. സർ, സിമി ഇപ്പൊ പറഞ്ഞത് മൊത്തം നുണയാണ്. നുണയോ? നിങ്ങളാരെ? ഞാൻ ഐറിൻ ഡിക്കോട്ട, ഉദയകുമാറിന്റെ നൈബറാണ്. സെയിന്റ് ജോൺസിൽ ടീച്ചറായിരുന്നു. എൻ്റെ ഹസ്സും ഉദയകുമാറും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. നൗ അവർ രണ്ടുപേരും ചിയേഴ്സ് പറയുന്നുണ്ടാവും. നല്ല കാര്യം. സിമി പറഞ്ഞ നുണയെന്ന് പറയാൻ കാര്യം? ഉദയകുമാർ തിരിച്ചു പോയില്ല. ഞാൻ എല്ലാം കണ്ടതാ. ആദ്യം ഒരാൾ വന്നു, രണ്ടാമത് ഉദയകുമാർ വന്നപ്പോൾ ഒന്നാമത്തെ ആള് അകത്തുണ്ടായിരുന്നു. മൂന്നാമതാണ് ഈ പിയാനോ വായിക്കുന്ന ചെക്കൻ വന്നത്. അങ്ങനെയല്ല, ആ കണ്ണ് കാണാൻ വയ്യാത്ത ചെക്കൻ വന്നതിന് ശേഷമാണ് ഉദയകുമാർ സാർ വന്നത്. നോ, ഐ എം ഷുവർ. മൂന്നാമതൊരാൾ അവിടെ വന്നിരുന്നു. അയാൾ തന്നെയാണ് ഒന്നാമത് അവിടെ എത്തിയത്. ഈ കളവി എന്നെ കണക്ക് പഠിച്ചിട്ട് കൊടുത്തുള്ളൂ. ആരായി മൂന്നാമതൊരാൾ വന്നത്? അത് ബോഡി ബിൽഡർ പോലൊരാൾ. ഭീമൻ രഘു പോലിരിക്കും. ഭീമൻ രഘു? ഒന്നുകൂടെ കണ്ടാൽ എനിക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റും. സിമിയോടൊന്ന് ചോദിച്ചു നോക്കൂ, അവിടെ നിപ്പുണ്ട്. ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കൂ. എക്സ്ക്യൂസ് മീ മാഡം, അതെ, അന്ന് ഉദയകുമാർ സാറ് മരിച്ചെന്ന് ഭീമൻ രഘു വന്നിരുന്നോ? ഭീമൻ രഘു? ഐ മീൻ ഭീമൻ രഘുവിനെ പോലെ ഒരാള് മൂന്നൊരാൾ വന്നിരുന്നാണല്ലോ നിങ്ങൾ അയൽവാസി ഐറിൻ ഡിക്കോട്ട പറയുന്നത്. അത് സർ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന ബോയെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ആദ്യം അവനാ വന്നത്, അതിനുശേഷമാണ് റീ വന്നത്, പിന്നീടാണ് ഉദയ് വന്നത്. ഓക്കെ മാഡം, എല്ലാം ക്ലിയറായി. ഓക്കെ. സാർ, ആ ഉദയകുമാറിന്റെ കേസ് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് വ്യാജ കോൾസ് ആണ് വരുന്നത്. ഇപ്പോഴും ഒന്ന് വന്നു, അവൻ പറഞ്ഞ സാറാണ് അയാൾ അടിച്ചൊന്ന് പെട്ടിയിലാക്കി. എന്താ വെള്ളം കുടിക്ക. അച്ഛൻ ഇന്നലെ പണിക്കരെ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. ദിനേശ് ചേട്ടന് ചുറ്റും അസൂയക്കാരും ശത്രുക്കളുമാണ്. ഇത്ര വലിയ കേസല്ലേ അന്വേഷിക്കണേ, പിന്നെ ഡിപ്പാർട്ട്മെന്റിലും ആർക്കും അത്ര പിടിക്കുന്നില്ല. അല്ല,
പത്രത്തിൽ കണ്ടല്ലോ ആ നടന്റെ ഡ്രൈവറെ പിടിച്ചു എന്ന്. ആ പിടിച്ചിരുന്നു. പക്ഷെ ആ 1 കോടി രൂപയുടെ ഒന്നും അവൻ പറയണ്ടേ. സാറാനെ കൊണ്ട് പറയിപ്പിക്കും അല്ലേ സാറേ? പിന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആ സിമി ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യണം. അവളെ കണ്ടാലറിയാം അവൾ ചില്ലറക്കാരിയല്ലെന്ന്. അല്ല, ഒന്ന് പറയാം. ഇത്രയും പ്രായമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെങ്കിൽ, അതും പ്രേമിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ ഇതല്ലേ കാശൊക്കെ ഉണ്ട്. എന്നാലും ഇതൊക്കെ നടത്തി കൊടുക്കണമെങ്കിൽ ഒരു കാമുകൻ വേണ്ടേ? വേണ്ടേ ഇല്ലേ? സാറേ, നമുക്ക് അവരുടെ ഫോൺ കോൾസ് ഒന്ന് ടാപ്പ് ചെയ്താലോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മാഡം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്ത്? അവരുടെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നല്ലോ, എന്താ ഒരു പേര്, ഡിക്കോട്ട, ഐറിൻ ഡിക്കോട്ട. അവർ അനുശോചന യോഗിച്ച് വെച്ച് എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അന്ന് അവിടെ 3ാമതൊരാളുണ്ടായിരുന്നു. അന്ന് ഞാൻ അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല. പക്ഷെ ഇനി അയാളെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഉറപ്പിച്ച് പറയുക. എന്നാ പിന്നെ ഒരു രേഖാചിത്രം വരച്ചാ പോരെ? ആ ദിനേശേട്ടാ, മരിച്ചിരിക്കുന്നത് ഒരു സിനിമാ നടനാ. കേസ് തെളിഞ്ഞ പ്രമോഷൻ ഉറപ്പാ. സാർ, നമുക്ക് നേരിട്ട് അവരെ സ്റ്റേഷനിൽ വരുത്തിയാലോ? ആ, അത് ശരിയാ. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിലും വയസ്സായ സ്ത്രീയല്ലേ, നമുക്ക് നേരിട്ട് പോയി കാണാം. എനിക്ക് മതിയായി. എന്താ ഇത്? ഇനി 7-8 മുട്ടയും കൂടി ബാക്കിയുണ്ട്. ദിനേശേട്ടാ, ദിവസേ 20 മുട്ടയുടെ വെള്ളയെങ്കിലും കഴിക്കണം. പ്രോട്ടീനാ. അപ്പോ മഞ്ഞേന്തി മഞ്ഞ നമ്മുടെ പട്ടിക്ക് കൊടുക്കും. കൊളസ്ട്രോൾ വരാതെ സൂക്ഷിക്കണം. ആർക്ക്? പട്ടിക്ക്. ഹലോ. ആ പ്രഭ, ഞാൻ ദേ ഇറങ്ങി. ആ വന്നോണ്ടിരിക്കുക. ആ ഇപ്പം. ഹലോ മിസ്റ്റർ റേ, ജീവനോടുണ്ടെന്ന് അറിഞ്ഞത് സന്തോഷം. ആ എന്നാ, എന്തു പറ്റി? അതെ, എനിക്കും അതാണ് അറിയേണ്ടത്. എന്താ പറ്റിയത്? വിളിച്ചാൽ ഫോൺ എടുക്കില്ല, കാഫേയിൽ വരുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? ഇന്ന് ഉദയ് സാറിൻ്റെ വീട്ടിൽ അടിയന്തര ചടങ്ങാണ്. എനിക്കൊന്ന് അതുവരെ പോകണം. നമുക്ക് പിന്നെ സംസാരിക്കാം. അന്ന് രാത്രി നമുക്കിടയിൽ നടന്നത് അറിയാതെ പറ്റിയതാണെന്ന ക്ലീഷേ എക്സ്ക്യൂസ് റേ പറയില്ലെന്ന് വിചാരിക്കുന്നു. ഐ എക്സ്പെക്ട് ബെറ്റർ ഫ്രം യു. ചേട്ടാ, പോവാം. പ്രഭ, എനിക്ക് നല്ല തലവേദന. ഒന്ന് പോയി മെഡിസിൻ വാങ്ങിച്ചു തരുമോ? ഇല്ലെങ്കിൽ എനിക്ക് പൂജയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. ശരി. ഹായ്. മാം, എനിക്ക് നല്ല തലവേദന. ഡു യു ഹാവ് എനി പെയിൻ കില്ലേഴ്സ്? ഷുവർ, കമിൻ. ഇല്ല, കുഴപ്പമില്ല. ആൾ വെയിറ്റ്. ഇപ്പം കൊണ്ടുവരാം. Are you feeling okay? What happened? Are you all right? Simi! വയസ്സുണ്ട്. ചെടി നനയ്ക്കാൻ മുകളിൽ വലിഞ്ഞ് കയറിയതാ. ഠിം, നമ്മളെ മരിച്ചുപോയ സിനിമാ നടൻ ഉദയകുമാറിന്റെ ലേബറാ. ആണോ?
എങ്ങനെ വലിഞ്ഞു കയറാനായിട്ട് ആ നിങ്ങൾ നേരത്തെ എത്തിയോ? ഞാൻ ഒന്ന് മോളെ മോൾ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? അതെ. അവർക്ക് എന്തെങ്കിലും പ്രയാസമായിട്ട് മോൾക്കറിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പ്രഭേ പൂജാരി വന്നു, വാ. ശരി.